ഹായ് ഹലോ എബീസ് വേൾഡിൻ്റെ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചേട്ടൻ രാവിലെ ജോലിക്ക് പോയായിരുന്നു കേട്ടോ. പോയിട്ട് ആൾ തിരിച്ച് വന്നിട്ടുണ്ടായിരുന്നു. കാരണം പോയ സ്ഥലത്ത് ജോലി ഇല്ലായിരുന്നു. അപ്പോൾ ഇന്ന് സ്നേഹയുടെ വീട്ടിലാണ് ചേട്ടന് ജോലിയായിരുന്നു കേട്ടോ. അപ്പോൾ വീട്ടിൽ വന്ന് കുറച്ച് നേരം കഴിഞ്ഞിട്ടാണ് പിന്നെ ജോലിക്ക് പോയത്. അതുവരെ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു. രാവിലത്തെ ഫുഡും കഴിച്ചിട്ടാണ് പോയത് കേട്ടോ. അപ്പോൾ വീട്ടിൽ നിന്ന് കുറച്ചധികം ചെടികൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. പള്ളിയിലും വീട്ടിൽ നിന്നൊക്കെ പോയ സമയത്ത് ചെമ്പരത്തിയുടെയൊക്കെ 2-3 കളറും ഒക്കെ ആയിട്ടുള്ള ചെടികളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതൊക്കെ പിടിപ്പിക്കാൻ വേണ്ടിയിട്ട് ഞാനും ചേട്ടനും കൂടെ നിന്ന് കേട്ടോ. അപ്പോൾ ചേട്ടന് ഓരോന്നും അതിൻ്റെ സൈഡൊക്കെ മാറ്റി നന്നായിട്ടൊക്കെ ആക്കി തന്നു. ഞാൻ കൊണ്ട് വെച്ച് നട്ടു വെച്ചു കേട്ടോ. അപ്പോൾ 2-3 ദിവസമായിട്ട് വെള്ളം കിട്ടാത്തത് കൊണ്ട് തന്നെ ആ പടിയിലൂടെ നിൽക്കുന്ന ചെടി നന്നായിട്ട് വാടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ബാക്കിയുള്ള ചെടികൾക്കെല്ലാം വെള്ളം കിട്ടുന്നുണ്ട്, കാരണം നല്ല മഴയാണല്ലോ, വെള്ളം കിട്ടുന്നുണ്ട്. പക്ഷേ ആ ഒരു ചെടിക്ക് മാത്രം വെള്ളം കിട്ടാത്തത് കൊണ്ട് ഭയങ്കരമായിട്ട് വാടിപ്പോയിട്ടുണ്ടായിരുന്നു. എനിക്ക് ഭയങ്കര സങ്കടമാണ് കേട്ടോ. അതും കൂടി 2ാമത്തെ പ്രാവശ്യമാണ് ഞാൻ ഇതുപോലത്തെ ചെടി വാങ്ങി വയ്ക്കുന്നത്. അതുകൊണ്ട് എനിക്ക് ഭയങ്കരമായിട്ട് വിഷമം തോന്നി. ഇതാ കാക്കകളൊക്കെ വന്നിരിക്കുന്നത് കണ്ടോ. നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഈയലുണ്ട്. നമ്മുടെ ഈയൽ എന്നാണ് പറയുന്നത്. ആ ഒരു സംഭവം ഇങ്ങനെ മണ്ണിനടിയിൽ നിന്ന് ഒരുപാട് ഇങ്ങനെ വരുമല്ലോ. അത് ഇപ്പം നമ്മുടെ ആ വീടിൻ്റെ ആ സൈഡിൽ നിന്ന് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഓരോന്ന് വരുന്ന ഉടൻ തന്നെ കാക്ക ഇങ്ങനെ കൊത്തി കൊത്തി എടുക്കുകയാണ് കേട്ടോ. ഈയൽ എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിൽ പറയുന്നതാണ് കേട്ടോ. നിങ്ങളുടെയൊക്കെ ഈ വീഡിയോസ് കാണുന്ന എല്ലാവരുടെ നാട്ടിൽ ഇങ്ങനെയാണോ പറയുന്നതും എനിക്കറിയില്ല. അപ്പോൾ നമ്മുടെ നാട്ടിൽ ഇങ്ങനെയാണ് കേട്ടോ പറയുന്നത്. അപ്പോൾ ഞാൻ നട്ട് വെച്ച് തന്നെ പീനട്ടാണെങ്കിൽ നന്നായിട്ട് വളർന്നിട്ടുണ്ട്. അത് നിറയെ കായും വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ കാകളെല്ലാം നന്നായിട്ട് കളറ് മാറി വരുന്നുണ്ട്. അപ്പോൾ ഇനി അത് നീക്കി കിട്ടണമെന്ന് ഞാൻ എപ്പോഴും ചേട്ടത്ത് പറയും. ചേട്ടൻ സത്യം പറഞ്ഞാൽ മറന്നു പോകും, അങ്ങനെ ചെയ്യാറില്ല കേട്ടോ. ഇപ്പോൾ ഈ ഇടയ്ക്കാണ് അതൊക്കെ ചെയ്തു തന്നത്. അതുവരെയും റോഡിലൂടെ തന്നെ ചാഞ്ഞ് കിടക്കുമായിരുന്നു. അത് ചെയ്യാൻ കാരണം എന്ന് വെച്ചാൽ ഒരാൾ വന്ന് അന്നൊരു കാ പറിച്ചെടുത്തു. അത് കണ്ടപ്പോഴാണ് ആശാന് മനസ്സിലായത് ഇനി അവിടെ നിന്നാൽ ഇതാരെങ്കിലുമൊക്കെ എടുക്കും എന്നുള്ള മനസ്സിലായത് കേട്ടോ. പിന്നെ ഞാനിപ്പോൾ എന്നും ഫുഡ് കഴിക്കുന്നതിന് മുന്നേ തന്നെ ഒന്ന് വെയിറ്റ് നോക്കും. പ്രത്യേകിച്ച് ഇപ്പോൾ 4-5 ദിവസമായിട്ട് വെയിറ്റ് ഇപ്പം ഇത് നോക്കുന്നില്ല, ഡയറ്റ് നോക്കുന്നില്ല. വീട്ടിൽ പോയതുകൊണ്ട് തന്നെ ഒരു 5 ദിവസത്തോളമായിട്ട് ഡയറ്റ് നോക്കാതെയാണ് ഫുഡൊക്കെ കഴിച്ചുകൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ ഒന്ന് വെയിറ്റൊക്കെ നോക്കിയിട്ട് കഴിക്കുന്നത് വെച്ച് കേട്ടോ. അപ്പം 68ആയിരുന്നു, ഞാനിപ്പോൾ 69.15 കേട്ടോ. അപ്പോൾ ചേട്ടനും വെയിറ്റ് വന്നിട്ടുണ്ട്. ഞാനതൊക്കെ പറഞ്ഞ് കളിയാക്കുവാണ് കേട്ടോ. എന്നിട്ട് ചേട്ടൻ ഫുഡ് കഴിച്ചു. എനിക്ക് ടൈം ആയിട്ടില്ലായിരുന്നു കേട്ടോ. പിന്നെ ചേട്ടൻ ജോലിക്കായിട്ട് പോയി. ആ സമയത്ത് മൊത്തം കാക്കകളായിരുന്നു കേട്ടോ. ഞങ്ങളുടെ വീടിൻ്റെ മുറ്റത്ത് ഫുള്ളും കാക്കകളെല്ലാം ഇത് വന്ന് കൊത്തിയെടുക്കുന്നതിനൊരു ഇതിലായിരുന്നു. ചേട്ടൻ സ്നേഹയുടെ വീട്ടിലാണ് കേട്ടോ ജോലിക്ക് പോയത്. ഇത് കാണാൻ തന്നെ നല്ല ഭംഗിയാണ് കേട്ടോ. ഇത് വന്ന ഉടൻ തന്നെ കാക്ക ഇങ്ങനെ കൊത്തിയെടുക്കുക, അത് കാണാൻ നല്ല ഭംഗിയായിരുന്നു കേട്ടോ. അപ്പോൾ അത് ഞാൻ പിന്നീട് ജോലി എന്ന് പറയുന്നത് വീടിനകവും മുറ്റവും ഒക്കെ ഒന്ന് തൂക്കലായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്ന് അമ്മ ഇവിടെ ഉണ്ട് കേട്ടോ. അമ്മ കുറച്ച് ദിവസമായിട്ട് ഇവിടെ ഉണ്ട്. ഞാൻ വീഡിയോസിലൊന്നും കാണിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ കാണിക്കാനും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. എന്തെങ്കിലുമൊക്കെ തിരക്കിലങ്ങനെ ആയിപ്പോവും. അതുകൊണ്ട് തന്നെ വീഡിയോസിലും കാണിച്ചിട്ടുമില്ല. അപ്പം ഞാൻ വീടിനകമൊക്കെ തൂത്തു. ജനലെല്ലാം ഇച്ചിരി വല ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇപ്പോൾ 2 ആഴ്ചയായിരുന്നു ഇതൊക്കെ ചെയ്തിട്ട്. അതുകൊണ്ട് തന്നെ വലയൊക്കെ നന്നായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. വലയെല്ലാം അടിച്ച് വാരിയിട്ട് നേരെ മുറ്റത്തോട്ട് പോയി കേട്ടോ. മുറ്റത്തും ഇച്ചിരി അധികം ചവറ് കൂടുതലായിട്ടും ഉണ്ടായിരുന്നു. ഇത് ഞാനിപ്പോൾ വീട്ടിനുകൊണ്ട് ചെടികളൊക്കെ നട്ട് വെച്ചു കേട്ടോ. അതിൻ്റെ സൈഡ് വെച്ചിട്ടാണ് ഞാൻ ഫോണിൽ വീഡിയോസ് എടുത്തത്. അതുകൊണ്ടാണ് ആ ചെടിയുടെ ഒരു ഭാഗം ഇങ്ങനെ ക്യാമറയിലോട്ട് തന്നെ വന്ന് നിന്നത് കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ തൂത്ത് മാറുന്നതിൻ്റെ കൂടെ തന്നെ എൻ്റെ പുറകിൽ മൊത്തവും കാക്കകളായിരുന്നു കേട്ടോ. ഇത് കൊത്തിയെടുക്കാൻ വേണ്ടിയിട്ട് കാക്കകൾ നിറച്ചും ഉണ്ടായിരുന്നു. അതിനെയൊക്കെ തട്ടിമാറ്റി. എനിക്ക് ചില സമയത്ത് പേടിയാണ് കേട്ടോ, എന്നെ വന്ന് കൊത്തും എന്നുള്ളൊരു പേടിയുണ്ട് കേട്ടോ. അപ്പം ഞാൻ നേരെ തൂത്തും വീട്ടിലോട്ട് കയറിയ സമയത്ത് അമ്മ വീടിനകമൊക്കെ ഒന്ന് തുടയ്ക്കുമായിരുന്നു കേട്ടോ. പിന്നീട് 8:30 മണിയായ സമയത്ത് എനിക്ക് വെള്ളം കുടിക്കേണ്ട ടൈമായിരുന്നു. 8:30 മണി എന്ന് പറയുന്നത്. ആ ഒരു ടൈമിൽ ഞാൻ വെള്ളം കുടിച്ചു കേട്ടോ. അപ്പോൾ പട്ടയും ജീരകവും ഒക്കെ ഇട്ട വെള്ളമാണ്. ചില സമയത്ത് നല്ല കടുപ്പമായിരിക്കും കേട്ടോ, ചില സമയത്ത് ലൈറ്റായിരിക്കും. അത് ഇടുന്ന പൊടിയുടെ വ്യത്യാസം പോലെ ഇരിക്കും. പിന്നെ ഒരാഴ്ചയോളമായി തലയിൽ എണ്ണയൊക്കെ തേച്ച് കുളിച്ചിട്ട്. അതുകൊണ്ട് തന്നെ നന്നായിട്ട് തന്നെ എണ്ണ തേച്ചിട്ട് നന്നായിട്ട് വെച്ച് നല്ല രീതിയിൽ തന്നെ തലയിൽ മൊത്തത്തിൽ നന്നായിട്ട് എണ്ണ തേച്ചു. എന്തെന്ന് പറയുന്നത്, എണ്ണ ഇങ്ങനെ ഒഴുകി വരുന്ന രീതിയിൽ ഞാൻ നന്നായിട്ട് എണ്ണ തേച്ചു. എണ്ണ കുറേ നാളായിട്ട് ഇരിക്കുന്നതുകൊണ്ട് തന്നെ ഒരു വല്ലാത്തൊരു മണമുണ്ട് കേട്ടോ അതിൽ. എനിക്ക് ചില സമയത്ത് അത് പിടിക്കാറില്ല. പിന്നെ നല്ല കാച്ചിയ വെളിച്ചെണ്ണയാണല്ലോ എന്ന് കരുതിയിട്ട് അത് മൊത്തത്തിൽ അങ്ങ് തേക്കുകയാണ് ചെയ്യുന്നത്. തലയിൽ നല്ല തലയോട്ട് മൊത്തത്തിൽ ഞാൻ മസാജ് ചെയ്ത് കൊടുക്കും കേട്ടോ, നല്ല രീതിയിൽ തന്നെ. പിന്നെ കാലിന് വ്യായാമത്തിന് വേണ്ടി ഞാൻ കുറച്ച് നേരം പോയി കിടന്നു. പിന്നെ ഞാൻ ഫുഡ് കഴിച്ചു കേട്ടോ. അപ്പോൾ പാലും 3 മുട്ടയൊക്കെ ആയിട്ട് ഞാൻ കഴിച്ചു. അതിനുശേഷം വീഡിയോ കോൾ വീട്ടിലോട്ട് വിളിച്ചു കേട്ടോ. അപ്പോൾ എബി നിൽക്കുന്ന സമയത്താണ് എപ്പോഴും ഇങ്ങനെ വീഡിയോ കോൾ വിളിച്ച പിള്ളേരൊക്കെ കിട്ടുക കേട്ടോ. മറ്റേ അമ്മയും അഞ്ചൊക്കെ സമയത്ത് അവരെന്തെങ്കിലുമൊക്കെ ജോലിയിലായിരിക്കുമല്ലോ. എബി അങ്ങനെയല്ലല്ലോ. അവൻ എപ്പോഴും നോക്കിയാലും ഞാൻ വീഡിയോ കോൾ വിളിച്ചാൽ അവൻ ഓൺലൈനിൽ കാണും. അപ്പോൾ തന്നെ ഫോണും എടുക്കും, പിള്ളേരെയൊക്കെ ഒന്ന് കാണിച്ചു തരും. അങ്ങനെയാണ് അവൻ്റെ കാര്യങ്ങൾ. പിന്നെ വീടിൻ്റെ മുറ്റത്ത് തന്നെ ഒരു മുരിങ്ങ മരം ഉണ്ട് കേട്ടോ. അതിനകത്തുനിന്ന് കുറച്ച് നേരം ഞാൻ എടുത്ത് തോരൻ വെക്കാനായിട്ട്
ഒടിച്ചെടുത്തു കേട്ടോ. ആ ഒരു കമ്പോടെ തന്നെ ഞാൻ അങ്ങ് ഒടിച്ചെടുത്തു. പിന്നെ കുറച്ച് തലേ ദിവസം അവിടെ ഇത് മറ്റേ തെങ്ങുണ്ടല്ലോ, അത് വെട്ടാൻ വന്നപ്പോൾ അതിൻ്റെ കുറച്ച് സാധനങ്ങളൊക്കെ അവിടെ ഉണ്ടായിരുന്നു. അതുമെല്ലാം ഞാനെടുത്ത് അടുക്കളയിലോട്ട് കൊണ്ടുവച്ചു കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ മുരിങ്ങയില തോരനൊക്കെ കഴിക്കാനായിട്ട്. അങ്ങനെ വെച്ചു. ആ സമയത്താണ് ഞാൻ പെട്ടെന്ന് നോക്കിയപ്പോൾ വീടിൻ്റെ അപ്പുറ സൈഡ് ഭയങ്കരമായിട്ട് സൗണ്ട് കേൾക്കുന്നു. ചേട്ടനും കൂടെ പോയതാണ്, പക്ഷേ ഇതിനാണ് പോയതെന്ന് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഞാൻ നോക്കിയ സമയത്ത് അവിടുത്തെ ചേട്ടൻ്റെ വീട്ടിൽ കോഴിക്കോടുണ്ടായിരുന്നു കേട്ടോ. അത് മാറ്റി വേറൊരു സ്ഥലത്തോട്ട് കൊണ്ടുപോകുന്ന ഒരു ജോലിയിലായിരുന്നു. അവിടുത്തെ ചെക്കന്മാരെല്ലാവരും കൂടെ ഉണ്ടായിരുന്നു കേട്ടോ. എനിക്ക് കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ ചിരി വന്നു, ഇങ്ങനെ തൂക്കിക്കൊണ്ട് പോകുന്നതൊക്കെ. അപ്പോൾ പെട്ടെന്ന് വീഡിയോസ് എടുക്കാമെന്ന് വിചാരിച്ച് ഞാൻ അങ്ങനെ എടുത്താണ് കേട്ടോ. അപ്പോൾ ചേട്ടനും കൂടെ തന്നെ ഉണ്ടായിരുന്നു കേട്ടോ. ചേട്ടനും നമ്മുടെ വീടിനടുത്തുള്ള, ഞാൻ പറഞ്ഞില്ലേ, കുറച്ച് പേരൊക്കെ ഉണ്ടായിരുന്നു. അവരെല്ലാവരും കൂടെ ചേർന്നിട്ടായിരുന്നു അത് എടുത്തത്. അപ്പോൾ ആദ്യം ആ വഴി അവർക്ക് ഇപ്പോൾ ചേട്ടൻ നടന്നു വന്ന വഴി കൂടെ തന്നെ എടുക്കാൻ നോക്കിയപ്പോഴത്തേക്ക് ഉണ്ടായിരുന്നില്ല. അവിടെ കയറി തട്ടും. അതിനേക്കാൾ ഇതുവഴി ഈ ഒരു പറമ്പിൽ കൂടെ ഇറക്കിയിട്ട് അതുവഴി തന്നെ റോഡിലോട്ട് കയറ്റാമല്ലോ, അത് എളുപ്പമാണല്ലോ എന്ന് കരുതിയിട്ട് അവരെല്ലാവരും കൂടെ ആ ഒരു ഐഡിയയിൽ അങ്ങ് പോയി കേട്ടോ. അത് അവരുടെ ഓരോ സംസാരം കേൾക്കുമ്പോൾ നമുക്ക് ചിരി വരും. ഓരോരുത്തരും ഓരോന്ന് പറയുമല്ലോ, അങ്ങോട്ട് പിടി ഇങ്ങോട്ട് പിടി, അവിടെ ചെരിക്ക് ഇവിടെ ചെരിക്ക് എന്നൊക്കെ പറയുമല്ലോ. ആർക്കും ഒന്നും വയ്യേം താനും കുറേ ഇങ്ങനെ പറഞ്ഞ് ചെയ്യും. പക്ഷേ എല്ലാം കൂടെ ആരെങ്കിലും ഒരാൾ ഒരു ഐഡിയ പറയും, പിന്നെ അതങ്ങ് ചെയ്തു പോകും. അങ്ങനെയൊക്കെയാണ് എല്ലായിടത്തും നടക്കുന്നില്ല. അതുപോലെ തന്നെയായിരുന്നു ഇതും കേട്ടോ. എനിക്ക് പെട്ടെന്ന് ചിരി വന്നു ഓരോരുത്തരുടെ ഡയലോഗുകളൊക്കെ കേട്ടിട്ട്. അങ്ങനെയൊക്കെ ആയിരുന്നു. പിന്നീട് എനിക്ക് ഇത് കുളിക്കാനേ പറ്റിയില്ല ഇന്നത്തെ ആ ഒരു പകൽ സമയത്ത്. പെട്ടെന്ന് വെച്ചിട്ട് എനിക്കൊരു യാത്ര പോകേണ്ടി വന്നു കേട്ടോ. വേറെ എവിടെയില്ല, ബീനയുടെ സ്നേഹയുടെയൊക്കെ കൂടെ കുറച്ച് പർച്ചേസിങ് ഉണ്ടായിരുന്നു കേട്ടോ. ഇനിയിപ്പോൾ ബീന താമസിക്കാൻ പോകുന്ന വീട്ടിൽ, അതായത് ബീനയും സ്നേഹ അവരുടെ ഭർത്താക്കന്മാർ ചേർന്ന് വെച്ചൊരു വീടാണ്. അവരുടെ മൂത്ത ചേട്ടൻ്റെ പേരിലുള്ള വീടാണ്. അപ്പോൾ ചേട്ടൻ മരിച്ചു പോയിട്ടുണ്ടായിരുന്നു കേട്ടോ കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ. അപ്പോൾ ആ ചേട്ടൻ്റെ പേരിൽ വെക്കുന്ന വീടാണ്. അപ്പോൾ ഇത് 2 പേർക്കും കൂടെ ഉള്ളതാണ്. അപ്പോൾ ആ വീട്ടിലോട്ട് ഇപ്പോൾ തൽക്കാലം ബീന മാറി താമസിക്കുന്നുണ്ട്. ആ വീട്ടിലത്തേക്ക് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് അവർ പോകുന്നുണ്ട്. അപ്പോൾ കൂട്ടത്തിൽ ഞാനും പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ എനിക്കും കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാമല്ലോ എന്ന് കരുതി ഞാനും അവരുടെ കൂടെ തന്നെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പാലുകാച്ചായിട്ട് നടത്തുന്നത് കൊണ്ട് തന്നെ പാലുകാച്ചിൻ്റെ സാധനങ്ങളെല്ലാം വാങ്ങിക്കുന്നുണ്ട്. മെയിൻ പണിക്കാർക്കെല്ലാവർക്കും ഡ്രസ്സ് വാങ്ങിക്കുന്നുണ്ട്, ബാക്കിയുള്ളവർക്കും ക്യാഷ് കൊടുക്കുന്നുണ്ട്. നമ്മൾ സാധാരണ വീട് പാലുകാച്ചി എങ്ങനെയാണ് നടത്തുന്നത് അതുപോലെ തന്നെ പാലുകാച്ചി നടത്തുന്നുണ്ട്. ആ പാലുകാച്ചി വിശേഷങ്ങളൊക്കെ ആ സമയത്ത് പറയാം എങ്ങനെയൊക്കെയായിരുന്നുള്ള കാര്യം കേട്ടോ. അപ്പോൾ ഞങ്ങൾ 3 പേരുടെ നേരെ പോയത് കമലയിലായിരുന്നു കേട്ടോ. വിഴിഞ്ഞത്ത് പോയിട്ട് ജോലിക്കാർക്ക് എല്ലാവർക്കും അവർ ഡ്രസ്സുകൾ എടുത്തിട്ട് ഓരോ മുണ്ടും ഓരോ ഷർട്ടിൻ്റെ പീസ് തുണിയാണ് എടുത്തത്. അപ്പോൾ അതൊക്കെ എടുത്തതിന് ശേഷം ഞങ്ങൾ നേരെ പോയത് നമ്മളെ ഇവിടെയാണ്, മുക്കോലയിൽ പോയിട്ട് മറ്റേ പാല് കാച്ചിന സാധനങ്ങളെല്ലാം അവിടെ നിന്നാണ് വാങ്ങിയത്. അപ്പോൾ ലാമി കണ്ടപ്പോൾ എനിക്ക് പെട്ടെന്ന് അപ്പൂപ്പനെ ഓർമ്മ വന്നു കേട്ടോ. എൻ്റെ ബേബി അമ്മയുടെ സഹോദരന് ഓർമ്മ വന്നു. അപ്പൂപ്പൻ കുറേ വർഷങ്ങൾ ഞങ്ങളെ വീട്ടിലാണ് താമസിച്ചിരുന്നത് കേട്ടോ. ആ സമയത്ത് അപ്പൂപ്പൻ സ്ഥിരമായിട്ട് ലാമി ഉണ്ടാക്കി വിൽക്കുമായിരുന്നു കേട്ടോ. എൻ്റെ ടോമിയാണ് കൂടെ പോകുന്നത്. ആ സമയത്ത് അപ്പൂപ്പൻ കുറേ സാധനങ്ങൾ അവന് വാങ്ങി കൊടുക്കുമായിരുന്നു കേട്ടോ, ഈ ലാമി ചുമന്നുകൊണ്ട് പോകുന്നതുകൊണ്ട് തന്നെ. പിന്നെ ഞങ്ങൾ നേരെ ഹാർബറിലോട്ട് പോയി അവിടെ നിന്ന് മീനൊക്കെ വാങ്ങിച്ചു. മീൻ ഭയങ്കര വിലയായിരുന്നു കേട്ടോ, എന്നാലും മീൻ വാങ്ങിച്ചു. പിന്നെ നേരെ പോയത് വിഴിഞ്ഞത്തിന് പണ്ടത്തെ അശ്വതി തിയേറ്റർ എന്ന് പറയും, അവിടെയാണ് പോയത്. അവിടെ ഇപ്പോൾ 180ൻ്റെ സാധനങ്ങൾ വിൽക്കുന്ന ഒരു ഷോപ്പ് കൂടെയാണ് കേട്ടോ. അങ്ങനെ അവിടെ നിന്ന് കുറേ സാധനങ്ങളൊക്കെ വാങ്ങി ഞങ്ങൾ നേരെ വീട്ടിലോട്ട് വന്നു. ആ സമയത്ത് സുമോദേട്ടൻ വൈകുന്നേരമായിട്ടും ചോറ് കഴിച്ചതെന്ന് കേട്ടപ്പം കയ്യിൽ മൊത്തം വീട് പണി ചെയ്തതിൻ്റെ പുട്ടിയുടെ പൊടിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ ബീനെ ചോറ് വാരി കൊടുക്കാമെന്ന് വിചാരിച്ചു. ആദ്യം കുറേ കോമഡിയൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ ഞാൻ സ്കിപ്പ് ചെയ്തിട്ടാണ് ഇത്ര ഇട്ടത് കേട്ടോ. അവർ ചേട്ടൻ ചോറൊക്കെ കൊടുക്കുന്ന ഒരു ഇതുണ്ടായിരുന്നു. പിന്നെ ഇത് സ്നേഹ തന്നതാണ് കേട്ടോ. നല്ല മാംഗോസ്റ്റീ, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, നല്ല മധുരം ഉണ്ടായിരുന്നു കേട്ടോ. ഒരെണ്ണത്തിന് മാത്രമേ കുരു ഉണ്ടായിരുന്നുള്ളൂ, ബാക്കിയൊക്കെ ടേസ്റ്റ് നല്ല കുരുവില്ലാത്തതായിരുന്നു. പിന്നെ സ്നേഹ ഇതെവിടെയാണെന്ന് എനിക്ക് ഓർമ്മയില്ല കേട്ടോ. കുറച്ച് കാരൊക്കെ ഉപ്പിലിട്ടതായിരുന്നു കേട്ടോ. ഞങ്ങൾ അതൊക്കെ കഴിച്ചു. കുറേ വർഷത്തെ ഒരു ഓർമ്മ പോയി കേട്ടോ. ഞാനും മഞ്ജുവും ടീനും മണിച്ചിയും കിച്ചു, അച്ചു, ടോമിയും ഞങ്ങളെല്ലാവരും, ജിൻഡു, ഞങ്ങളെല്ലാവരും കൂടെ അക്കരെ വീട്ടിൽ പോകുന്ന സമയത്ത് ഇത് നമുക്കവിടെ അക്കരെ വീട്ടിൽ തന്നെ കാരക്കയുടെ മരമുണ്ട്. അവർ കയറി പയ്യന്മാരിലവിടെ കയറി അടത്തിട്ട് തന്നെ ഞാനും അഞ്ചും മണിച്ചിയും ടീനുമൊക്കെ ഇരുന്നു അതിൻ്റെ സെൻറ്ററിലൊക്കെ കീറിയിട്ട് അതിനെ ഉപ്പിട്ട് കഴിക്കുന്നതും ആ വേവിച്ച് കഴിക്കുന്നതൊക്കെ പെട്ടെന്ന് ഓർമ്മ വന്നിട്ടത് അത് കഴിച്ച സമയത്ത്. പിന്നെ ഇവരുടെ വീട്ടിലെ പരിപാടികളെല്ലാം കഴിഞ്ഞു. ഇനി കുറച്ച് എൻ്റെ കട്ടിലും അലമാരയൊക്കെ അകത്തോട്ട് കയറ്റാനുണ്ടായിരുന്നു. അപ്പോൾ ചേട്ടനും സുമോ ചേട്ടനും സുജിത്തും ബീനയുടെ ചേച്ചിയുടെ ഭർത്താവും ഉണ്ടായിരുന്നു. ഇവരെല്ലാവരും കൂടെ ചേർന്നിട്ടാണ് അലമാരകളെല്ലാം അകത്തോട്ട് കയറ്റി വെച്ചത്. ഇത് ഇച്ചിരി പാടായിരുന്നു കേട്ടോ. നമ്മൾ തടിയിൽ അലമാര ആയതുകൊണ്ട് തന്നെ നല്ല പാടുണ്ടായിരുന്നു.
അതും എടുത്ത് വെച്ചു. പിന്നീട് എടുത്ത് വെച്ചത് മറ്റേ തകരത്തിൻ്റെ ഒരു കുഞ്ഞ് അലമാര ഉണ്ടായിരുന്നു, അതും എടുത്ത് അകത്തോട്ട് വെച്ചു കേട്ടോ. അപ്പോൾ ഇത് നോക്കി നിൽക്കുകയാണ് ഇത് സുമോദേൻ്റെ അമ്മ എടുത്തോണ്ട് കേട്ടോ. അവരെല്ലാവരും നോക്കി നിൽപ്പുണ്ടെന്ന്. പിന്നെ സ്നേഹയും കൂടെ അകത്ത് ചെന്ന് അലമാരയും സാധനങ്ങളൊക്കെ ഇങ്ങോട്ടും അങ്ങോട്ടും ഒക്കെ മാറ്റി വെക്കണ കാര്യങ്ങളൊക്കെ സംസാരിച്ച് നിന്നു. അതുപോലെ തന്നെ സാധനങ്ങളെല്ലാം വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ നല്ല ലേറ്റായിട്ടാണ് വീട്ടിൽ നിന്ന് അവിടെ ഉണ്ടായിരുന്നത്, നല്ല ലേറ്റായിട്ടാണ് വീട്ടിലോട്ടും പോകുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു കുറച്ച് ദിവസങ്ങൾ ഞങ്ങൾ അവിടെ ആയിരുന്നു കേട്ടോ, രാത്രി വരെയും അങ്ങനെയൊക്കെ. പിന്നെ ഞങ്ങളൊരു 10-11 മണിയൊക്കെ ആയും തോന്നുന്നു കേട്ടോ വീട്ടിലെത്തി, അല്ല 10 മണിയൊക്കെ ആയെന്ന് തോന്നുന്നു വീട്ടിലെത്തിയത്. ആ ഒരു ടൈമിൽ ഞാൻ പെട്ടെന്നൊന്ന് വീട്ടിലോട്ട് വിളിച്ചിട്ട് കുളിക്കാൻ പോകുമെന്ന് വിചാരിച്ചു. രാവിലെ തൊട്ടേ തലയിൽ എണ്ണ തേച്ച് നിൽക്കുന്നതാണ്, കുളിക്കണം ഇല്ലെങ്കിൽ ജലദോഷം വരും. വീട്ടിൽ വിളിച്ച സമയത്ത് തന്നെ മിക്കു ഭയങ്കര കരച്ചിലും ബഹളമായിരുന്നു കേട്ടോ, അച്ഛ എടുക്കാൻ വേണ്ടിയിട്ടുള്ള ബഹളമായിരുന്നു. മിലു നല്ല ഉറക്കമായിരുന്നു. ടോമി എബി കുറച്ചൊരു സംസാരിച്ചപ്പോൾ തന്നെ അവൾ ഉണർന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടോ ഇന്നത്തെ ഒരു ദിവസം പോയതെന്ന് പറഞ്ഞത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു കുഞ്ഞു വ്ളോഗ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ മറ്റൊരു പുതിയ വീഡിയോസായിട്ട് കാണാം. അതുവരെയൊക്കെ എല്ലാവർക്കും ബായ്. അതുവരെ എല്ലാവരും സുഖമായും സന്തോഷമായിട്ടും സേഫായിട്ടിരിക്കുക. ഞങ്ങളെല്ലാവരും ഇവിടെ സുഖമായിട്ടും സന്തോഷമായിട്ടും സേഫായിട്ടും ഇരിക്കുന്നു. അപ്പോൾ മറ്റൊരു നല്ലൊരു പുതിയ വ്ളോഗുമായിട്ട് കാണാം. എല്ലാവരും വെയിറ്റ് ചെയ്യുക. ബായ് ആൻഡ് സബ്സ്ക്രൈബ്.